ഇനി IPC, CRPC, ഇന്ത്യൻ തെളിവ് നിയമം എന്നല്ല. ഇതിനു പകരം ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ ബിൽ എന്നിവ നിയമമായി. ലോക്സഭയും രാജ്യസഭയും പാസാക്കിയ ബില്ലുകൾ രാഷ്ട്രപതി ഒപ്പുവെച്ചതോടെയാണ് ഇത് നിയമമായത്. പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിൽ 3 ബില്ലുകളും പാസാക്കിയിരുന്നു. ഇന്ത്യൻ പീനൽ കോഡ് 1860 IPC, കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ 1973 CRPC, ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 എന്നിവയ്ക്ക് പകരമായുള്ള ഭാരതീയ ന്യായ സംഹിത 2023, ഭാരതീയ നാഗരിക് സുരക്ഷ 2023, ഭാരതീയ സാക്ഷ്യ ബിൽ 2023 എന്നീ ബില്ലുകളാണ് രാഷ്ട്രപതി ഒപ്പുവെച്ചതോടെ നിയമമായത്. IPC, CRPC, ഇന്ത്യൻ തെളിവ് നിയമം എന്നിവയിലാണ് ഇതോടെ മാറ്റം വന്നത്. കഴിഞ്ഞ സമ്മേളനത്തിൽ 3 ബില്ലുകളും അവതരിപ്പിച്ചിരുന്നു എങ്കിലും അവ പിന്നീട് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിട്ടിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തി പരിഷ്കരിച്ച ബില്ലുകൾ ഈ ശൈത്യകാല സമ്മേളനത്തിൽ ലോക്സഭയും രാജ്യസഭയും പാസാക്കുകയായിരുന്നു. സർക്കാരിനെതിരായ കുറ്റകൃത്യം എന്നതിൽ നിന്നും ഇനി രാജ്യത്തിനെതിരായ കുറ്റമായി രാജ്യദ്രോഹം മാറും എന്നായിരുന്നു ബിൽ ലോക്സഭയിലെത്തിയ വേളയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞത്. മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതും നീതി ഉറപ്പാക്കുന്നതുമാണ് പുതിയ നിയമങ്ങളുടെ അടിസ്ഥാന ലക്ഷ്യമെന്ന് സർക്കാർ അവകാശവാദം. പ്രകടന പത്രികയിൽ പറഞ്ഞത് നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കുമെന്നതിന്റെ തെളിവാണ് 1.5 നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ക്രിമിനൽ നിയമങ്ങൾ പൊളിച്ചെഴുതിയതെന്ന് അമിത്ഷാ ലോക്സഭയിൽ പറഞ്ഞിരുന്നു. കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളഞ്ഞതും 33% വനിതാ സംവരണം, മുത്തലാഖ് ഒഴിവാക്കൽ തുടങ്ങി രാമക്ഷേത്രം വരെ വാഗ്ദാനങ്ങളെല്ലാം BJP നടപ്പാക്കിയെന്നും ഷാ അന്ന് കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് 1 ഇന്ത്യ മലയാളം.